ഉറപ്പന്നെ. പുതിയ ജാക്കി നമ്മൾ വാങ്ങിയതാ. ലോറിന്റെ തന്നെ ഒരു സംശയമില്ല. ഭാരത് ബെൻസിന് മാത്രല്ല എല്ലാ ലോറിക്കും ഈ ജാക്കി ഉപയോഗിക്കാം. ഭാരത് ബെൻസിനായിട്ട് ഒരു ജാക്കി ഉണ്ടാവില്ല. ഇത് എല്ലാ ലോറിക്കും ഉപയോഗിക്കുന്നത്. ഇത് പുതിയ ജാക്കിയാണ്. ഇത് ലോറിക്ക് അല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. എന്തായാലും ടാങ്കർ വണ്ടിന്റെ എന്തായാലും അല്ലല്ലോ. ഇത് നമ്മളെ പുതിയ ജാക്കിയാണ്. വേറെ ഒന്നും ഇല്ലല്ലോ. വേറെ ഒന്നും ഇല്ല. അത് മാത്രല്ല ഇതേമാരത്തെ ഒരു ജാക്കിയും കൂടി ഉണ്ടാവും. ചിലപ്പോ ഒരു വണ്ടിക്ക് രണ്ട് സൈഡ് ചിലപ്പോ ജാക്കി ഉണ്ടാവും. ഇത് പുതിയ ജാക്കി നമ്മളതാ. ആണ്. ധൈര്യത്തിൽ ഇതാക്കാം. ഇപ്പോൾ നിർണായകമായ ഒരു വിവരമാണ് വന്നിരിക്കുന്നത്. ഇത് മനാഫിന്റെ വാഹനത്തിൻ്റെതാണ്. അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ട്രക്കിൻ്റെതാണ് എന്നുള്ള കാര്യത്തിലാണ് ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇത് വാഹനത്തിന്റെ ഒരു ജാക്കി ലിവർ മാത്രമാണ്, അല്ലെങ്കിൽ ജാക്കി മാത്രമാണ്. മറുവശത്തും ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു ജാക്കി കൂടി ഉണ്ടാവും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല നേരത്തെ മനാഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ ഇവിടെ ടാങ്കർ ലോറിക്ക് ഉപയോഗിക്കുന്ന ജാക്കി മറ്റൊരു തരത്തിലുള്ളതാണ്. ഇത് ട്രക്കിന്റെ ഇതാണ് എന്നുള്ള കാര്യം ആദ്യമേ ഉറപ്പ് പറയുന്നുണ്ട്. പിന്നീട് അപ്പോഴും മനാഫ് പറഞ്ഞത് ആയിട്ടില്ല, പൂർണ്ണമായി സ്ഥിരീകരിക്കാനായിട്ടില്ല. സഹോദരനായിട്ടുള്ള മുബീനുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഇത് ഉറപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. ആ സമയം തന്നെ മുബീനെ വീഡിയോ കോൾ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ തൊട്ട് മുൻപേ കണ്ടു. അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ മുബീൻ കൂടി അത് ശരിവെക്കുകയാണ്. ഇത് തീർച്ചയായും അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലെ, അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിലെ ഈ ഷിരൂരിൽ നിന്നും മണ്ണിടിഞ്ഞ് വീണ് അപകടത്തിൽപ്പെട്ട അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലെ ജാക്കി ലിവറാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണമായിരിക്കുകയാണ്. ഇത്ര ഒരു മാസത്തോളം നീണ്ടുനിന്ന 27 ദിവസം നീണ്ടുനിന്ന ഏറെ നാളത്തെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനവും പിന്നീട് തിരച്ചിലുമൊക്കെ തന്നെ നടന്നിരുന്ന ഈ ഷിരൂരിലെ ഈ ഒരു പ്രദേശത്ത് നിന്നാണ്, പൊടിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജാക്കി ലിവർ കണ്ടെത്താനായത്. ഇത് ഏറെ നിർണായകമായ ഒരു നിമിഷമാണ്. ഈ ഒരു മിഷനെ സംബന്ധിച്ച് വലിയ ശ്രദ്ധ നമ്മൾ പതിപ്പിക്കേണ്ട, ഇനി വരുന്ന നാളുകളിലൊക്കെ തന്നെ ഒരു നാഴിക കല്ലെന്നത് പോലും നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു നിമിഷമാണിത്. ദിവീഷ്, ഷിരൂരിൽ നടത്തിയ തെരച്ചിലിൽ അർജുൻ ഓടിച്ച വാഹനത്തിൻ്റെതെന്ന് കരുതുന്ന ജാക്കി കണ്ടെത്തിയിരിക്കുന്നു. ആ വാഹനത്തിൻ്റെ ഉടമ മനാഫ് അത് തങ്ങളുടെ വാഹനത്തിൻ്റെത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ അർജുൻ്റെ ബന്ധു ജിതിനും അവിടെയുണ്ട്. രണ്ട് ജാക്കി. അതെ, ഇത് ലോറിന്റെ ഉള്ളിലല്ല വെക്കുക. ഇത് ലോറിന്റെ പുറത്ത് ബാക്ക് സൈഡിൽ ഒരു 2 ബോക്സ് ഉണ്ടാവും. ഒന്ന് കിച്ചൺ ഐറ്റംസുകൾ ഉണ്ടല്ലോ, ചെറിയ സ്റ്റൗവ് കാര്യങ്ങൾ, അത് വെക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട്. അതിൽ തന്നെ വെള്ളം വെക്കും, കുടിവെള്ളം. അതല്ലാതെ പിന്നെ രണ്ടാമത് ഈ ഇതുണ്ടല്ലോ നമ്മളെ ടൂൾസ്, ആ ടൂൾസിന്റെ ഇതിന്റെ ഉള്ളിലുള്ളതാണ് ഈ സാധനം. ഇത് നമ്മൾ ഇത് കണ്ടാൽ തന്നെ അറിയാലോ, പുതിയതാണ്. നമ്മളെ മറ്റേ 2 ടാങ്കർ ലോറികൾ പോയത് എന്താ പറഞ്ഞാൽ പഴയ മോഡൽ സാധന. അതിന്റെ ഡോറിന്റെ പീസാണല്ലോ ആ അതെ, അത്ര പഴക്കമുള്ളതാണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതിയ ജാക്കി. അങ്ങനെ ഈ ജാക്കി എന്ന് പറഞ്ഞ സാധനം അത്ര വേഗം കേടുവരുന്ന സാധനമല്ല. ഒരു പ്രാവശ്യം വാങ്ങിയാൽ അത് കുറേ കൊല്ലങ്ങൾ കിട്ടും. അപ്പം നമ്മളിത് പുതിയ വണ്ടിയാണ്, ഇപ്പം അടുത്ത് വാങ്ങിയതാണ്. ഈ ജാക്കി കണ്ടാൽ തന്നെ അറിയാലോ, ഏകദേശം ഒരു കൊല്ലത്തെ പഴക്കം ഉണ്ടാവുള്ളൂ. ഉണ്ടാവും സ്വാഭാവികമായിട്ടും. വണ്ടിന്റെ ബാക്ക് സൈഡ് ലൈനും ഇത് ഉണ്ടാവുക, ഉള്ളോട്ട് വെക്കൂല. അതൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആയല്ലോ ഇപ്പൊ ഒരു 2 ചാട്ടത്തില് 2 സാധനമായിട്ട് ആ മനുഷ്യൻ മേലോട്ട് വന്നല്ലോ. ഒന്ന് അതും പ്രതീക്ഷ ഉള്ളത് തന്നെയാണ്. അതായത് ഇവിടെ കാണാതായത് ഒരു ലോറി, ഒരു ടാങ്കർ ലോറിയും ഒരു മരവണ്ടിയുമാണല്ലോ. അപ്പം ടാങ്കർ ലോറിന്റെ ഒരു പീസ് കിട്ടി. അല്ല, ഈ സാധാരണ രീതിയിൽ വണ്ടി മറിയുന്ന സാഹചര്യത്തിൽ ഇത് മറിഞ്ഞു വീഴാനോ ഒക്കെയുള്ള സാധ്യതയില്ലേ? സാധ്യതയല്ലേ? അതൊക്കെ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. ഇത് ഈ സാധനം നമ്മളെ ബാക്ക് സൈഡിലുള്ള ഇതാണ്. ഇത് നല്ല ലോക്ക് ചെയ്യുന്ന സാധനമാണ്. ഇതെങ്ങനെ പുറത്തെത്തി എന്നുള്ളതൊക്കെ ഇനിയുള്ള മുന്നോട്ടേക്കുള്ള ഇതിന്ന് മനസ്സിലാവും. അതിന് ടൂൾ ബോക്സ് ഉണ്ടാവും. അത് ബാക്ക് സൈഡിലാണ് ഉണ്ടാവുക. ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും ടൂൾ ബോക്സ്. ആ ടൂൾ ബോക്സിന്റെ ഉള്ളിലാണ് ഇതുണ്ടാവുക.
ദിവീഷ്, വീണ്ടും മനാഫ് അടിവരായിട്ട് പറയുന്ന ഒരു കാര്യം, ഇത് മനാഫിന്റെ വാഹനത്തിൻ്റെതാണ്, മനാഫിന്റെയും മുഹിബീന്റെയും വാഹനത്തിൻ്റെതാണ്, അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെതാണ് എന്നുള്ള കാര്യം തന്നെയാണ്. ഒരു വർഷത്തിൽ താഴെ പഴക്കമുള്ള ജാക്കി ലിവറാണ് ഇത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ നമ്മൾ മുൻപ് ഇതേ സ്ഥലത്ത് നിന്ന് അർജുന്റെ വാഹനത്തോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ട ചില ടാങ്കർ ലോറികളെ കുറിച്ച് പറഞ്ഞിരുന്നു. അവയൊക്കെ തന്നെ ഇത്തരത്തിൽ ഏറെ പഴക്കമുള്ള ഒരു വാഹനമാണ് എന്നുള്ള കാര്യം തന്നെ എല്ലാവരും ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്ന, വാഹന ഉടമകളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമായിരുന്നു. മാത്രമല്ല, നേരത്തെ നമ്മൾക്ക് ഇതേ പറയുന്ന ഒന്നാമത്തെ സോണിൽ നിന്ന് സമാനമായ രീതിയിൽ വാഹനത്തിന്റെ ഡോറുമായി ബന്ധപ്പെട്ട ചെറിയൊരു പോർഷൻ കിട്ടിയിരുന്നു. ഇപ്പോൾ അത് ഇത്തരത്തിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അത് ഈ പഴയ ടാങ്കർ ലോറിയുടേതാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ഡോറുമായി ബന്ധപ്പെട്ടൊരു ഭാഗമാണ് എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ജാക്കി ലിവർ അർജുന്റെ വാഹനത്തിൻ്റെതാണ് എന്നുള്ള സ്ഥിരീകരണം ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യം അതുതന്നെയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രക്കുകളിൽ നിന്നും ടാങ്കറുകൾക്കൊക്കെ തന്നെ വ്യത്യസ്തമായി രണ്ട് തരത്തിലുള്ള വിവിധ സ്വഭാവത്തിലുള്ള ജാക്കി ലിവറുകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുക. ഇത് ട്രക്കിൻ്റെതാണ് എന്നുള്ള കാര്യത്തിൽ ആദ്യമേ ഉറപ്പ് പറഞ്ഞിരുന്നുള്ളൂ. 85% ഇത് തങ്ങളുടെ വാഹനത്തിൻ്റെതാകാം എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞു വെച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ മുബീനുമായി വീഡിയോ കോൾ ചെയ്തതിനു ശേഷമാണ് ഇതിലൊരു സ്ഥിരീകരണം വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഇനി അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു കാര്യത്തിന് വീണ്ടും വലിയ ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു നിമിഷം കൂടിയാണിത്. മാത്രമല്ല, ബന്ധുക്കളുടെയും അതുപോലെ തന്നെ മനാഫിന്റെയും മുബീന്റെയും ഒക്കെ തന്നെ പ്രതീക്ഷകൾ വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത്. ദിവീഷ്.